ദുബായ് വിമാനത്താവളം തുറന്നു. കുറച്ചു സമയം അടച്ചിട്ട ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. ചില സർവീസുകൾ ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ചിലത് ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. വിമാന കമ്പനിയുടെ അറിയിപ്പ് ലഭിച്ചവർ മാത്രം എയർപോർട്ടിൽ എത്തിയാൽ മതി. എമിറേറ്റ്സ് സർവീസുകൾ ഇന്ന് വൈകുന്നേരം പുനരാരംഭിക്കും. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, എന്തിനായിരുന്നു ഈ അടച്ചിടൽ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഒപ്പം ഏതൊക്കെ സർവീസുകളാണ് ഇന്ന് പുനരാരംഭിക്കുന്നത്? അലീഷ, എന്തുകൊണ്ടാണ് വിമാനത്താവളം അടച്ചത് എന്ന് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം ഇപ്പോഴും ദുബായ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ദുബായ് വിമാനത്താവളം പരിസരത്തും അതേപോലെ ദുബായിലും തന്നെ രൂക്ഷമായ വ്യോമാക്രമണമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരം ഒരു പ്രഖ്യാപനം എമിറേറ്റ്സിന്റെയും ദുബായ് വിമാനത്താവളത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പോൾ അല്പസമയം മുമ്പ് സർവീസുകൾ പുനരാരംഭിക്കുകയാണെന്ന് എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് ഇന്ന് 60% ശേഷിയിൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ഇത് സർവീസുകൾ നിർത്തിവെക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം ഉണ്ടായത്. ഒരു അരമണിക്കൂറിന് ഉള്ളിൽ തന്നെ വീണ്ടും സർവീസ് പുനരാരംഭിക്കുകയാണെന്നുള്ള പ്രഖ്യാപനം എമിറേറ്റ്സിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതേപോലെ തന്നെ വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിക്കുകയാണെന്ന് ദുബായ് മീഡിയ ഓഫീസും ദുബായ് വിമാനത്താവളവും അറിയിച്ചു. എന്തായാലും മക്തൂം വിമാനത്താവളവും അതേപോലെ തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും ഭാഗികമായി പുനരാരംഭിക്കുകയാണ്. അവിടെ നിന്ന് വിമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറപ്പെട്ടു തുടങ്ങും. വൈകുന്നേരത്തോടെയാണ് എമിറേറ്റ്സ് അതിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അലീഷ.